എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിലിൽ പറയണത് പോലെ ദേഷ്യമുള്ളവർ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബോൾ പോലെ പൊങ്ങി വരണ ചപ്പാത്തി അങ്ങ് ഉണ്ടാക്കിയാലോ. ഞാൻ ഈ ആശീർവാദിൻ്റെ ആട്ട എടുത്ത് പൊക്കി കാണിക്കുന്നത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. സാധാരണ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതിൽ വെച്ചിട്ട് പല കമ്പനികളുടെയും അതുപോലെ വീട്ടിൽ ഗോതമ്പ് കഴുകി ഉണങ്ങി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ആട്ടയും ഒക്കെ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ആശീർവാദിൻ്റെ ആട്ട തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ആശീർവാദിൻ്റെ ചക്കി ഫ്രഷ് ആട്ട എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ, അതും പൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരും മിക്കവാറും ആൾക്കാരും നല്ല ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വിരുന്നുകാരൊക്കെ വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുണ്ടല്ലോ, അവരൊക്കെ ഈ ആശീർവാദിൻ്റെ ആട്ടയാണ് സാധാരണ വാങ്ങിക്കാറുള്ളത്. നമുക്ക് ഏത് പൊടി വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്ന ആട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെറിയ തരിയൊക്കെയുള്ള ആട്ടയൊക്കെ ആണെങ്കിൽ അത്ര സോഫ്റ്റായിട്ട് കിട്ടത്തില്ല ചപ്പാത്തിയെ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ പാത്രം കണ്ടോ, ഇതുപോലെ ഒരു ചെറിയ കുഴിവും പിന്നെ കുറച്ച് പരന്നതുമായിട്ടുള്ള പാത്രമാണെങ്കിൽ ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് ഈ ആട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴയ്ക്കുകയാണ്. ചില ആൾക്കാരൊക്കെ പറയണത് കേൾക്കാം, ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കുമെന്ന്. അതുപോലെ ചിലർ പറയണത് കേൾക്കാം, ഇത് കുഴയ്ക്കുന്നതിനിടയ്ക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവുമെന്ന്. ഞാനിതൊന്നും ചേർക്കാറില്ല കേട്ടോ. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പം ഈ ആട്ടപ്പൊടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സാധാരണ നമ്മൾ ടാപ്പിൽ നിന്ന് എടുക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു വെള്ളം, ആ സാധാരണ നോർമൽ വാട്ടർ എടുത്തിട്ടാണ് ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഓരോ ആട്ടയ്ക്കും ഓരോ രീതിയിലായിരിക്കും വെള്ളമൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഏത് ആട്ടപ്പൊടിയാണെങ്കിലും ഈ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഞാൻ ഈ ഇളക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ ഇളക്കി അങ്ങ് യോജിപ്പിക്കുക. ഇത് കാണുമ്പം ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, ഇതിലെന്താ വ്യത്യാസം ഇരിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ സോഫ്റ്റ് ആവണേന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി കഴിച്ചിട്ടുള്ള ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റാണ്, ഇതെങ്ങനെ ഇത്ര സോഫ്റ്റായിട്ട് ഉണ്ടാക്കാറുള്ളതെന്ന്. അതുപോലെ ഞാൻ അറിയുന്ന ചില ആൾക്കാർക്ക് ഒട്ടും ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ തന്നെ കുഴയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഈ ആട്ടപ്പൊടി മുഴുവൻ അങ്ങ് യോജിച്ച് വരണ ആ ഒരു പരുവമായി കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. പല ആൾക്കാർക്കും ഈ ചപ്പാത്തി സോഫ്റ്റായി കിട്ടാത്തതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പരുവ് എത്തി കഴിയുമ്പോഴുണ്ടല്ലോ ഒരു ശകലം കൂടി അങ്ങ് കുഴച്ചിട്ട് ആ കുഴയ്ക്കൽ അങ്ങ് നിർത്തും. എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഒട്ടും സോഫ്റ്റായി കിട്ടത്തില്ല, ഒട്ടും ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ തന്നെ കുറച്ചുകൂടി ഒന്ന് കുഴച്ചിട്ട് നമുക്ക് നെയ്യോ എണ്ണയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് കുറച്ച് നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു ഏകദേശം ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം എണ്ണ ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ നെയ്യാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും, എണ്ണ അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ നെയ്യോ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നത് നല്ല സോഫ്റ്റായി കിട്ടാനും നല്ലതാണ് കേട്ടോ. പിന്നെ ടേസ്റ്റും കൂടും കേട്ടോ. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ, ചപ്പാത്തി ഉണ്ടാക്കാൻ നേരത്തെ കുട്ടികൾക്കും അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിന് പകരം പാലൊഴിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനെ ഒഴിക്കണമെങ്കിൽ, അങ്ങനെ പാലൊഴിച്ചിട്ട് കുഴയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അത് കൂടുതൽ ഹെൽത്തി ആയിരിക്കും, കൂടുതൽ ടേസ്റ്റിയും ആയിരിക്കും. അപ്പം നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ അങ്ങ് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കുഴക്കണതിന് കൂടാതെ ഉണ്ടല്ലോ, ആ കൈ വിരലൊക്കെ അങ്ങ് ചുരുട്ടി പിടിച്ചിട്ട് ആ വിരലിൻ്റെ പുറഭാഗം വെച്ചിട്ട് ഇങ്ങനെ കുത്തിയൊക്കെയും അതുപോലെ ഈ കൈപ്പത്തിയുടെ അടിഭാഗം വെച്ചിട്ടുമൊക്കെ നല്ല പോലെ അമർത്തി നല്ല ശക്തിയായിട്ട് നമ്മളുടെ ശക്തി മുഴുവൻ എടുത്ത് അങ്ങ് കുഴച്ചേക്കുക. ഞാൻ തംബ്നെയിലിൽ പറയുന്നത് പോലെ ദേഷ്യമുള്ളവർ അങ്ങ് മനസ്സിലങ്ങ് വിചാരിച്ചു, നമുക്ക് ദേഷ്യമുള്ളവരോട് എന്തൊക്കെ ചെയ്യണോ ഇടിച്ച് കുഴച്ച് പരത്തി എന്തൊക്കെ ചെയ്യണോ ആ ദേഷ്യം മുഴുവൻ അങ്ങ് തീർത്തേക്കുക ഈ ചപ്പാത്തിയുടെ മാവിനോട്.
എത്ര കൂടുതൽ നേരത്തേന് കുഴയ്ക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. എന്ന് വെച്ച് 1-2 മണിക്കൂറൊന്നും കുഴയ്ക്കേണ്ട കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ അങ്ങ് കുഴച്ച് നല്ലപോലെ കുഴച്ച് ആ പൊടിയുടെ മുഴുവൻ ഭാഗത്തും പാകത്തിന് വെള്ളവും നെയ്യും ഉപ്പും എല്ലാം എത്തണം. അതുപോലെ നല്ലപോലെ കുഴയ്ക്കണം കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നമുക്ക് കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ കുറേശ്ശെയായിട്ട് വെള്ളം തളിച്ച് കൊടുത്തിട്ടാണെങ്കിലും കുഴയ്ക്കാം. ഇനിയിപ്പോൾ പൊടി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരിത്തിരി കൂടെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടും കുഴയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത്രയും അങ്ങ് കുഴച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു ഒട്ടിപ്പിടിക്കൽ പോലെയൊക്കെ തോന്നിയായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പൊടി ചേർത്തതിൻ്റെ വീഡിയോ എനിക്ക് ഓൺ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ക്ലിപ്പ് അങ്ങ് ചേർക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അങ്ങ് കുഴയ്ക്കുകയാണ് കേട്ടോ നല്ലപോലെ. ഞാൻ ഈ കുഴയ്ക്കുന്ന വീഡിയോ മുഴുവനും ഉണ്ടല്ലോ ഒട്ടും കട്ട് ചെയ്യാതെ മുഴുവൻ അങ്ങ് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് പറയുന്നേക്കാം ഒട്ടും ചപ്പാത്തി കുഴയ്ക്കാൻ അറിയത്തില്ല എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടി ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവുമല്ലോ. അതിനു വേണ്ടി കൂടിയാണ് ഞാനിത് മുഴുവൻ അങ്ങ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളുടെ ചപ്പാത്തി കുഴച്ച് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മളിതിൽ ഒന്ന് കൈവിരൽ വെച്ചിട്ട് ഒന്ന് കുത്തി കഴിയുമ്പോൾ നല്ല പഞ്ഞി പോലെ അങ്ങ് കൈവിരൽ അങ്ങ് ഉള്ളിലേക്ക് അങ്ങനെ കുഴിഞ്ഞങ്ങ് പോകണം. എന്നാൽ അതിങ്ങനെ നമ്മൾ കൈ കൊണ്ടൊന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ അത് നേരെ ആവണം. അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണം. എന്നാൽ പിന്നെ ഇങ്ങനെ കുഴന്നിങ്ങനെ ഒരു വെള്ളമയമുള്ള പോലെ ഈ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെ അങ്ങനെ ആവാൻ പാടില്ല. അപ്പം ചില ആൾക്കാർ പറയുന്നൊക്കെ നമ്മളങ്ങനെ നല്ല പോലെ കുഴച്ച് കഴിയുമ്പം ആ പാത്രത്തിലൊന്നും ഒട്ടും പൊടിയുടെ അംശമൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവത്തില്ല. അതെല്ലാം മുഴുവൻ ഇങ്ങ് പോന്നോളും എന്നൊക്കെ. അതാണ് ചപ്പാത്തിയുടെ മാവിൻ്റെ പാകം എന്നൊക്കെ. അപ്പോൾ എനിക്ക് അതിൽ വലിയ വിശ്വാസമില്ല കേട്ടോ. എൻ്റെ പാത്രം കണ്ടില്ലേ നിങ്ങൾ, ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ പാത്രം എങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചപ്പാത്തിയുടെ മാവാണ് നല്ല സോഫ്റ്റായിട്ടിരിക്കേണ്ടത്. അപ്പോൾ ആ ചപ്പാത്തിയുടെ മാവ് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. കയ്യിലൊട്ടി പിടിക്കുവാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അന്നേരം ഒരിത്തിരി പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ കുഴയ്ക്കുക. നമ്മളിത് നല്ല സോഫ്റ്റായിട്ട് എടുക്കാൻ പറ്റണം. കയ്യിലൊട്ടി പിടിക്കാൻ പാടില്ല. നമ്മൾ കൈവിരൽ വെച്ച് കുത്തി നോക്കുവാണെങ്കിൽ അത് ഇങ്ങനെ കുഴി പോലെ അങ്ങ് വരികയും ചെയ്യണം. അതാണ് ചപ്പാത്തി മാവിൻ്റെ പാകം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് കഴിഞ്ഞപ്പോൾ ദാണ്ടെ ഒരു ഉരുള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ മാവ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ. അപ്പം അത് ഇതിനകത്ത് മുക്കിയിട്ട് അങ്ങ് എടുത്താൽ മതിയല്ലോ. ഒരുപാട് പൊടി അങ്ങ് വാരി വിതറത്തൊന്നുമില്ല കേട്ടോ. ഞാനിതേ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ പൊടി എടുക്കാൻ നേരത്തത് കണ്ടില്ലേ, ഇത് മാവ് മുക്കാൻ നേരത്തെ ഒന്ന് 2 സൈഡിലും പിന്നെ സൈഡ് ഭാഗത്തും ഒക്കെ ഒന്ന് മാവ് ആ പൊടി ഒന്ന് പിടിച്ചിരിക്കണം. അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഞാൻ പൊടി ഇടുകയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ നമ്മൾ പരത്താൻ നേരത്തെ പൊടി കൂടുതലായി പോയി എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പരത്തി കഴിയുമ്പോൾ ഇതിൻ്റെ മേലെ കൂടെ ഉണ്ടല്ലോ, ഈ ചപ്പാത്തി പരത്തിയതിൻ്റെ മേലെ കൂടെയൊക്കെ പൊടി പിടിച്ചിരിക്കുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തത് കണ്ടില്ലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടിയത്, അതിനകത്ത് പൊടിയൊന്നും ഇല്ലാതെ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് 2 കൈയിലേക്ക് വിട്ടൊന്ന് തട്ടിയതാണ്. അന്നേരം കുറേ പൊടി അങ്ങ് പോയിക്കോളും കേട്ടോ. എന്നിട്ട് ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ.
പിന്നെ നമ്മളുടെ ചപ്പാത്തിയുടെ മാവ് കുഴച്ചത് പാകത്തിനാണെങ്കിൽ ഞാൻ ഈ മുക്കുന്ന പൊടി അത് തന്നെ ധാരാളം കേട്ടോ. അതിൽ കൂടുതൽ ഒട്ടും പൊടിയുടെ ആവശ്യം ഉണ്ടാവത്തില്ല. അപ്പോൾ അതേ നമ്മൾ സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന ആ ഒരു പാനുണ്ടല്ലോ, നല്ലപോലെ ചൂടായി കഴിയുമ്പം ഈ പരത്തിയത് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഓരോ സൈഡും ചെറുതായിട്ടൊന്ന് പൊന്തി വരുമ്പോഴേക്കും ദാണ്ടേ അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒത്തിരി അങ്ങ് ഞാൻ ചുട്ടെടുക്കുന്നത് കണ്ടില്ലായിരുന്നു, ഒത്തിരി അങ്ങ് ഒരുപാട് തവി വെച്ചിട്ട് അമർത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മാവ് നമ്മൾ കുഴച്ചതൊക്കെ പാകത്തിനാണെന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ പരത്താൻ നേരത്തെ അവിടെ ഇവിടെ മടക്കും ചുളിവും ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങനെ തന്നെ അങ്ങ് പൊന്തി അങ്ങ് വന്നോളും. ചെറുതായിട്ട് തവി വെച്ചിട്ട് ഒരു സപ്പോർട്ട് പതുക്കെ ഒരു സപ്പോർട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ചുമ്മാ അങ്ങ് കൊടുത്തെന്ന് മാത്രം. പിന്നെ ഞാൻ ഇത് ചുട്ടെടുക്കാൻ നേരത്തെ തന്നെയാണ് കേട്ടോ ബാക്കിയും കൂടെ പരത്തിയെടുക്കുന്ന. ഓരോന്ന് ചുടുന്നതിനനുസരിച്ച് അടുത്തത് ഞാൻ പരത്തിക്കൊണ്ടിരിക്കും, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഓരോന്ന് വാങ്ങി കഴിയുമ്പം അടുത്ത് നമ്മൾ പരത്തി കഴിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ആ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. ഒത്തിരി അങ്ങ് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വല്ലാതെ ഈ ചട്ടിയിൽ കൂടി അങ്ങ് പുക വരുന്ന പരുവത്തിനായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ചപ്പാത്തി പരത്തിയത് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും അതങ്ങ് ചിലപ്പോൾ കരിഞ്ഞടി പിടിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം ഈ ചപ്പാത്തിക്ക് പരത്തിയത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ചപ്പാത്തി ചുട്ടെടുക്കണ നേരത്ത് നമ്മളുടെ തീ ലോ ഫ്ലെയിമിലോ വല്ലതും ആണെങ്കിലുണ്ടല്ലോ ചപ്പാത്തി അത്രയ്ക്കങ്ങ് സോഫ്റ്റായിട്ടും കിട്ടത്തില്ല. മാവ് കുഴച്ചതിൻ്റെ മാത്രമല്ല, ചപ്പാത്തി ചുട്ടെടുക്കുന്നതിനനുസരിച്ചും കൂടി ഇരിക്കും കേട്ടോ. ചപ്പാത്തീൻ്റെ സോഫ്റ്റ്നെസ് ഒത്തിരി കുറഞ്ഞു പോകും ലോ ഫ്ലെയിമിലാണെങ്കിൽ. അതുപോലെ ഇത് പൊന്തി വരത്തുമില്ല കേട്ടോ. നല്ലപോലെ പൊന്തി വരണമെന്നുണ്ടെങ്കിൽ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാത്തവർക്കും അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ.